18 മുറിയിലെ കാന പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ വീണെടുക്കുന്ന കാനയില് പണിക്ക് പോകാൻ നിൽക്കുന്ന ഇടയിലാണ് ഈ കാന പൊളിഞ്ഞു വീഴുന്നത്. അപ്പൊ കാനയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര കാന എല്ലായിടത്തും പൊളിഞ്ഞാണ് ഏകദേശം നിൽക്കുന്നത്. ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. വണ്ടി പൊക്കാനാണോന്ന് അറിയില്ല. ഇപ്പൊ പണിക്ക് വന്നാണ് മത്സ്യത്തൊഴിലാളിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിലുള്ളത്. അവർക്ക് വേണ്ടി പോകാനുള്ള ഇതിലാണ്. ഇനിയിപ്പോ ഇയാളെ ഇന്നത്തെ ജോലിയും പോയി ഓട്ടവും പോയി എല്ലാം പോയിട്ടുണ്ടാവും. വണ്ടിയുടെ എഡ്ജ് വന്നിരിക്കുന്നത് റോഡ് സൈഡിലാണ്. വീഡിയോ എടുക്കുന്ന ആൾക്കാരും ന്യൂസിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇത് 10 വർഷം മുമ്പേ ഇത് പണിതാണ്, 15 വർഷം മുമ്പ് പണിതാണ്. അത് കഴിഞ്ഞു പോയ സർക്കാർ പണിതാണ്. അത് പിന്നെ അവർ പുതുക്കി പണിതിട്ടൊന്നുമില്ല. അതിന് ശേഷം വന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കാനയുടെ അവസ്ഥ മോശമാണ്. അവിടുന്ന് മാറിക്ക് പൊളിയാനായ വഴിയില് ഒരു ഗർഭിണി സ്ത്രീകളാണ്. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ പെട്ടു മറിഞ്ഞ എന്റെ വീടിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ബാക്കി അദ്ദേഹം പറയും എന്താ അവിടെ സംഭവിച്ചു. ഇത് കാലത്ത് മോണിക്ക് മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് പോകാറുണ്ട്. വെച്ചപ്പോ കാനഡ സൈഡ് കുറച്ചാൾ മുന്നേ നമുക്ക് ലോഡും വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരുള്ള വണ്ടി കൊണ്ടുപോകണം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് കയറ്റിടാൻ പറ്റില്ല. അത് ഇവിടെ സ്ഥലം ഇല്ലാത്തതാണ്. റോഡ് സൈഡിൽ ഇടാൻ പറ്റില്ല. നമ്മളെ വീട്ടിലേക്കല്ല കയറ്റിടാൻ പറ്റുക. വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞു പ്രാവശ്യം ഇതൊന്നും വിട്ടിട്ടെങ്കിലും താൽക്കാലികമായിട്ടൊന്നും ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടേ. അതവര് സമ്മതിച്ചില്ല. ഞാനിപ്പോ അവര് എന്റെ പണിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇതിന് വേണ്ടി പെട്ട പോലെ അവരെ പണിയും പോയി. തൊഴിലാളികളുടെ സാധനങ്ങളെ വണ്ടിയിലുള്ളതൊക്കെ